പൊളിഞ്ഞു. അപ്പോഴാണ് ഒരു സംഭവം ഉണ്ടായത്. കഴിഞ്ഞ ആഴ്ച ഞാനും അമ്മയോടെ നിൽക്കുമ്പോൾ ഒരു കടന്നല് പച്ച നിറത്തിലുള്ള പുഴുവിനെ കൊണ്ട് ഈ സൈക്കിളിൻ്റെ ഉള്ളിലേക്ക് പോകണം. ഞാനും അമ്മയും പൊത്തൊക്കെ പോയി നോക്കി. പിന്നെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ വീഡിയോ എടുത്തു. അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഞങ്ങളപ്പോൾ ഈ കടന്നലിനെ പറ്റി ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി. ഇന്ത്യൻ പോട്ടർ വാസ്പ് എന്നാണ് ഈ കടന്നലിൻ്റെ പേര്. നമ്മുടെ നാട്ടിൽ വേട്ടാളൻ, കടന്നൽ എന്നൊക്കെ പറയും. ഇതൊരു ഇൻസെക്റ്റാണ്. പൂക്കളുടെ തേനാണ് ഇതിൻ്റെ ഭക്ഷണം. സാധാരണ ഇൻസെക്റ്റുകൾ മുട്ടയിട്ട് കഴിഞ്ഞാൽ അവർ പോവും. പിന്നെ അവരിതിനെക്കുറിച്ച് ശ്രദ്ധിക്കാറില്ല. പക്ഷേ കടന്നലുകൾ അങ്ങനെയല്ല. കടന്നലുകൾ ഒരു കൂടുണ്ടാക്കിയിട്ട് അതിനുള്ളിലാണ് മുട്ടയിടുക. ഇതുപോലെ ഈ കൂടിനകത്ത് മുട്ട വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം കൂടി സംഘടിപ്പിച്ചിട്ടാണ് ഇവർ പോകുക. പലതരം കാറ്റർപില്ലറുകളെ, അതായത് പുഴുക്കളെയാണ് ഇവർ ഭക്ഷണമായിട്ട് കൂട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നത്. ഇനിയുള്ള കാഴ്ചകൾ നിങ്ങൾ വീഡിയോയിൽ കാണുക. എല്ലാവർക്കും മൈൻഡ് ട്രീയിലേക്ക് സ്വാഗതം. കൂടുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ വെള്ളവും അതിനു പറ്റിയ മണ്ണുള്ളൊരു സ്ഥലം കണ്ടെത്തണം. ഇതിൻ്റെ അടുത്ത് തന്നെയായിരിക്കും കൂട് വയ്ക്കാനുള്ള സ്ഥലം തീരുമാനിക്കുന്നത്. ഇനി ഇതുപോലെ കുറച്ച് വെള്ളം വായിലെടുത്ത് അതിൽ ഉമിനീര് മിക്സ് ചെയ്യും. ഇനി വെള്ളം വെച്ച് മണ്ണ് കുഴച്ച് ഉരുട്ടിയെടുക്കും. ഉമിനീര് മിക്സ് ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ കൂടിനുള്ള ബലം കിട്ടാനായിട്ടാണ്. അതായത് പൊട്ടിപ്പോവാതിരിക്കാൻ. കളിമണ്ണോ ചെമ്മണ്ണോ ആണ് ഇതിന് വേണ്ടത്. കൂടുണ്ടാക്കൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. 1 മണിക്കൂർ കൊണ്ടൊക്കെ ഒരു കൂടുണ്ടാക്കിയെടുക്കും. ഇത് നോക്കിയിരിക്കാൻ നല്ല രസമാണ്. ഫ്രണ്ടിൽ 2 കാലുകളും വായു ഉപയോഗിച്ച് വളരെ വേഗത്തിൽ ഉണ്ടാക്കണമെന്ന് നമുക്ക് അത്ഭുതം തോന്നും. ഉണ്ടാക്കി കഴിയുമ്പോൾ ഈ കൂടിനൊരു കുടത്തിൻ്റെ ഷേപ്പായിരിക്കും. ഇനി ഈ കുടത്തിനൊരു വക്ക് പിടിപ്പിക്കണം. അതെന്തിനാന്ന് വെച്ചാൽ ഈ വക്കുണ്ടെങ്കിൽ പുഴുക്കളെ കൂടിനകത്തേക്ക് വയ്ക്കാൻ വളരെ എളുപ്പമായിരിക്കും. ദേ കൂടുണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇപ്പം തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു മുട്ടയിടും. കണ്ട, മുട്ടയിട്ട് കഴിഞ്ഞാൽ പുഴുക്കളെ അന്വേഷിച്ചൊരു പോക്കണ്. ദേ ഈ പച്ച നിറത്തിൽ കാണുന്നതാണ് മുട്ട, ഒരു കുഞ്ഞൻ മുട്ട. ഇത് ഈ കൂട്ടിലേക്ക് കൊണ്ടുവന്ന ആദ്യത്തെ പുഴുവാണ്. ഇങ്ങനെ ഒരു കൂട്ടിൽ 8 മുതൽ 12 വരെ പുഴുക്കളെ കൊണ്ടുവയ്ക്കും. ഇതിന് ഏകദേശം 2 ദിവസം സമയമെടുക്കും. അതിൻ്റെ ഇടയിൽ ഒരു മുട്ടയും കൂടി ഈ കൂട്ടിലിടും. ഈ പുഴുവിനെ കണ്ടെത്തലാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി. ചില ദിവസം 7 മണിക്കൂർ എടുത്തിട്ട് അവർ പുഴുവിനെ കിട്ടാറ്. ചില ദിവസത്തിൽ കിട്ടാറുമില്ല. ഇൻസെക്റ്റുകളുടെ ലോകത്തെ ന്യൂറോ സർജന്മാരാണ് കടന്നലുകൾ. അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. കൂടിനകത്ത് വയ്ക്കാനുള്ള പുഴുക്കളെ കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ തലയിലേക്ക് ഈ കടന്നൽ ഒരു വിഷം കുത്തിവെക്കും. വിഷം ഏറ്റ് കഴിഞ്ഞാൽ ആ പുഴുവിന് ബ്രെയിൻ ഡെത്ത് സംഭവിക്കും. പിന്നീട് ഇതിന് ചെറുതായിട്ട് അനങ്ങാം, ശ്വാസം എടുക്കാം, മറ്റൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. ഇതുപോലെ. ഈ പുഴുവിനെ കൊണ്ടുവന്നപ്പോൾ ഒരു സംഭവം ഉണ്ടായി. ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഓടി വന്നപ്പോൾ ഈ കടന്നലിൻ്റെ കയ്യിൽ നിന്ന് പുഴു താഴെ വീണു പോയി. പിന്നെ എത്ര നോക്കിയിട്ടും അതിന് എവിടെ ഈ പുഴു വീണെന്ന് കണ്ടെത്താൻ പറ്റിയില്ല. ഞങ്ങൾ ഈ പുഴുവിനെ കൂടിൻ്റെ മേലേക്ക് വെച്ചു. പിന്നീട് എപ്പോഴും ആ കടന്നൽ കൂടിൻ്റെ ഉള്ളിലേക്ക് വെച്ചു. കാറ്റർപില്ലറുകളുടെ എണ്ണത്തെ ബാലൻസ് ചെയ്ത് നിർത്തണതിൽ കടന്നലുകൾക്ക് വലിയൊരു പങ്കുണ്ട്. ഇപ്പോൾ മുട്ട വിരിഞ്ഞുണ്ടാവും. ആ കുഞ്ഞിപ്പുഴുക്കൾ ഇപ്പോൾ ആ കാറ്റർപില്ലറുകളെ തിന്നാൻ തുടങ്ങിയിട്ടുണ്ടാവും.
ഇവർ ഈ ഘട്ടത്തിൽ മാത്രമാണ് മാംസബുക്കുകൾ. ഈ കൂട് പൊളിച്ച് കടന്നലുകളായി പുറത്തു വരുമ്പോൾ പിന്നെ ഇവർ തേൻ മാത്രം കുടിക്കുള്ളൂ. പുഴുക്കളെ കൊണ്ടു നടക്കൽ കഴിഞ്ഞു. ഇനി അവസാനത്തെ ഒരു പരിശോധനയാണ്. ഇനി കുടത്തിന്റെ വായ അടയ്ക്കാണ് കംപ്ലീറ്റ് ആയിട്ട്. അതിനുശേഷം കൂട് മൊത്തത്തിലൊന്ന് ബലപ്പെടുത്തും. കൂട് നിർമ്മാണം പൂർത്തിയായി. ഇനി കടന്നൽ കുഞ്ഞുങ്ങൾ ഈ കൂട് പൊളിച്ച് പുറത്തു വരുന്ന കാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. അത് ഷൂട്ട് ചെയ്യാൻ സാധിച്ചാൽ മറ്റൊരു വീഡിയോ ആയി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ഒന്നിനു മീതെ ഒന്നായിട്ട് ഇതുവരെ 5 കൂടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കടന്നില്ലാത്ത തക്കം നോക്കി ചില കള്ളന്മാർ വന്നു. അവർ ഈ കൂട് തുറന്ന് മോഷണം നടത്താൻ നോക്കി. ഭാഗ്യത്തിന് അത് വിജയിച്ചില്ല. 1-2 കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കൂടുണ്ടാക്കാൻ ഈ കടന്നൽ കാണിക്കുന്ന എഫേർട്ടും പേഷ്യൻസും നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ്. നമ്മുടെ ചുറ്റുപാടുകൾ നിരീക്ഷിച്ചാൽ ഇതുപോലെ രസകരമായ പല കാഴ്ചകളും കാണാൻ കഴിയും. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.